സ്വാഗതം. നമ്മൾ ഇന്നലെ എന്തെടുത്തിരുന്നത്? മെറ്റീരിയൽ സയൻസ് ആണ് എടുത്തിരുന്നത്. അതിന്റെ ബാക്കി പോർഷൻ ആണ് ഇന്ന് നോക്കുന്നത്. മെറ്റീരിയൽ സയൻസിൽ നമ്മൾ ഇന്നലെ എന്തൊക്കെ നോക്കി? പീരിയോഡിക് ടേബിളിന്റെ ഒരു ചെറിയൊരു ഐഡിയ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി. എന്തൊക്കെയായിരുന്നു? മെറ്റീരിയൽസിനെയും നോൺ മെറ്റീരിയൽസിനെയും ട്രാൻസിഷൻ എലമെന്റ്സിനെയും ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിനെയും ഗ്യാസിനെ കുറിച്ചൊക്കെ നമ്മൾ ചെറിയൊരു ഐഡിയ ഉണ്ടാക്കിയിരുന്നു ഇന്നലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? അവരുടെയൊക്കെ പ്രോപ്പർട്ടീസിനെ പറ്റി പറഞ്ഞു. എന്തൊക്കെ പ്രോപ്പർട്ടീസ് പറ്റി പറഞ്ഞു? മെക്കാനിക്കൽ പ്രോപ്പർട്ടീനെയും അതേപോലെ ഫിസിക്കൽ പ്രോപ്പർട്ടീനെയും. ഇത് കൂടാണ്ട് എന്തുണ്ട്? ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. അത് നമുക്ക് എന്താ ആവശ്യമില്ല. മെക്കാനിക്കലും ഫിസിക്കലും പഠിക്കാം. ഫിസിക്കലിൽ നമ്മൾ എത്ര നോക്കി? 5 പ്രോപ്പർട്ടീസ് നോക്കി. ഏതൊക്കെയായിരുന്നു? സ്പെസിഫിക് ഗ്രാവിറ്റി, സ്പെസിഫിക് ഹീറ്റ്, പിന്നെ എന്തൊക്കെയായിരുന്നു? കണ്ടക്ടിവിറ്റി, മാഗ്നറ്റിക് പ്രോപ്പർട്ടി, പിന്നെന്തായിരുന്നു? ഫ്യൂസിബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഇന്നലെ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ? മെക്കാനിക്കൽ പ്രോപ്പർട്ടിയിലെ 6 എണ്ണം നോക്കിയിരുന്നു. മൊത്തം എത്ര പ്രോപ്പർട്ടീസ് ഉണ്ട്? 13 പ്രോപ്പർട്ടികളുണ്ട്. അതിൽ ഇന്നലെ എന്താ 6 എണ്ണം നോക്കിയിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള 6 എണ്ണം നോക്കിയിരുന്നു. എന്തൊക്കെയായിരുന്നു? സ്ട്രെങ്ത്, ഹാർഡ്നെസ്, പിന്നെന്തായിരുന്നു? സ്റ്റിഫ്നെസ്, പ്ലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിസിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ എന്താ അതിന്റെ ബാക്കി പോർഷൻ ആണ് ഇന്ന് നോക്കുന്നത്. 7ാമത്തെ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഏതാണ്? മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഡക്റ്റിലിറ്റി ആണ് 7ാമത്തെ പ്രോപ്പർട്ടി. എന്താ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് എനേബിൾ ഇറ്റ് ടു ഡ്രോ ഔട്ട് ഓർ എലോങ്ങേറ്റ് ഇൻ ടു തിൻ വയേഴ്സ് വിത്തൗട്ട് റപ്ചർ. എന്താ? വയർ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്? ഡക്റ്റിലിറ്റി. എന്താണ്? ഒരു മെറ്റൽ ഉണ്ടായിരിക്കും. ഒരു മെറ്റൽ പീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, സ്റ്റീലിന്റെ ഒക്കെ ഫാക്ടറിയിൽ കണ്ടിട്ടുണ്ട്. എന്താണ്? ഒരു അച്ചിലൂടെ ഈ സംഭവത്തിനെ അങ്ങോട്ട് ഒഴുക്കുകയും ചെയ്യുക, എന്താ ഹീറ്റ് ചെയ്തിട്ട്. അപ്പൊ എന്താ? അതൊരു റോഡായിട്ട് വരും. അതിലേറെ ഒന്നുകൂടി റിഫൈൻഡ് ആയിട്ട് തിന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഡക്റ്റിലിറ്റിയിൽ എന്ത് ചെയ്യുക? എലമെന്റ്സിനെ ഒന്നും കൂടി ഹീറ്റ് ചെയ്യും. ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം എന്തിന് യൂസ് ചെയ്യാൻ? ഇങ്ങനെ വയർ നിർമ്മാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ. അങ്ങനത്തെ നമുക്ക് പരിചയമുള്ള ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? കോപ്പറും കാര്യങ്ങളൊക്കെ എന്താണ്? ഭയങ്കര ഡക്റ്റൈലാണ്. അലുമിനിയം ഡക്റ്റൈലാണ്. ഇത്ര എലമെന്റ്സ് ഒക്കെ എന്താ? ഭയങ്കര ഡക്റ്റൈൽ ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? റിഫൈൻഡ് ആയിട്ട് തിന്നായിട്ടുള്ള വയറുകളാക്കി മാറ്റാൻ പറ്റും. അതിനെന്താ? മെഷീനറീസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താ? നമുക്ക് ചെറിയ രീതിയിലുള്ള വയർസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ഫോർജ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് എന്ത്? മാലിബിലിറ്റി. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പർട്ടി ബൈ വിച്ച് എ മെറ്റീരിയൽ ക്യാൻ ബി റോൾഡ് ഓർ ഫ്ലാറ്റൻഡ് ഇൻ ടു തിൻ ഷീറ്റ് വിത്തൗട്ട് ക്രാക്കിംഗ് ബൈ ഹോട്ട് ഓർ കോൾഡ് വർക്കിംഗ്. എന്താണ്? തിൻ ഷീറ്റ് നിർമ്മാണത്തിന് ഒരു മെറ്റീരിയൽ എത്രണ്ട് ആപ്റ്റ് ആണെന്നുള്ള കാര്യങ്ങളാണ് എന്ത് പറയുന്നത്? മാലിബിലിറ്റിയിൽ പറയുന്നത്. അതെന്താണ്? ഒരു ഫ്ലാറ്റൻ സർഫസ് ആക്കി, അല്ലെങ്കിൽ എന്താ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ആക്കി, ഒരു റോഡ് പോലുള്ള സ്ക്രാപ്പ് ആയിട്ടുള്ള സാധനങ്ങൾ മെറ്റൽസിനൊക്കെ ഉരുക്കി ഒരു ഷീറ്റ് രൂപത്തിലേക്ക് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ? റോളേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഹെവി ആയിട്ടുള്ള റോളറുകൾ യൂസ് ചെയ്ത് മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? റോൾ ചെയ്ത് തിൻ ഷീറ്റ് ആക്കി മാറ്റാൻ പറ്റും. അത് എന്തൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും? ഹോട്ട് അല്ലെങ്കിൽ കോൾഡ് വർക്കിംഗ് വഴി ചെയ്യാൻ പറ്റും. എന്താ ഹോട്ട് വർക്കിംഗ് കോൾഡ് വർക്കിംഗും? ഹോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു മെറ്റലിനെ ഹീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒരു റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയിൽ ചെറിയ വ്യതിയാനങ്ങൾ തുടങ്ങുന്ന ആ ഒരു ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ റോൾ ചെയ്യുക. അല്ലെങ്കിൽ കോൾഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് ഹെവി ആയിട്ടുള്ള റോളേഴ്സ് യൂസ് ചെയ്ത് എന്താ ഷീറ്റ് ആക്കി മാറ്റുന്നതിനാണ് എന്ത് പറയാ? മാലിബിലിറ്റി, അല്ലെങ്കിൽ ആ മെറ്റീരിയലിന്റെ മാലിബിലിറ്റി എന്ന് പറയാം. ആ പ്രോപ്പർട്ടി കാണിക്കുന്നതിന് എന്ത് പറയാ? മാലിബിലിറ്റി. നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്? ഗാൽവനൈസ്ഡ് ഷീറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ റൂഫിംഗ് ഷീറ്റുകളും കാര്യങ്ങളൊക്കെ എന്താണ്? ഇതുപോലെ തന്നെ മെറ്റൽ ഉപയോഗിച്ച് മെറ്റലിനെ റോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഹോട്ട് വർക്കിംഗ് അല്ലെങ്കിൽ കോൾഡ് വർക്കിംഗ് ചെയ്തിട്ട് ഫ്ലാറ്റൻ ചെയ്തെടുക്കുന്നതാണ് എന്ത്? ഷീറ്റുകളും കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ ഷീറ്റുകൾക്ക് എന്ത് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? മാലിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ആ ഷീറ്റുകളൊക്കെ നിർമ്മിച്ചെടുക്കുന്നത്. പിന്നെന്താണ്? അടുത്ത 9ാമത്തെ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് എന്ത്? ബ്രിട്ടിൽനെസ്. ബ്രിട്ടിൽനെസ് എന്താണ്? പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് എനേബിൾ ഇറ്റ് ടു റപ്ചർ വിത്ത് എ ലിറ്റിൽ പെർമനന്റ് ഡിസ്റ്റോർഷൻ. എന്താണ്? ചെറിയ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോകുന്ന ആ ഒരു പ്രവണതയാണ് എന്ത് പറയാ? ബ്രിട്ടിൽനെസ് എന്ന് പറയാ. ഒരു മെറ്റീരിയലിന്റെ ആ ഒരു പ്രോപ്പർട്ടിയാണ് ബ്രിട്ടിൽനെസ് എന്ന് പറയാം. നമുക്ക് ബ്രിട്ടിൽ ആയിട്ടുള്ള ഒരു എലമെന്റ് നമുക്ക് നിങ്ങളെ സിവിലിൽ ഇറക്കുന്ന ഏറ്റവും സുപരിചിതമായിട്ടുള്ള ടൈൽസ് എന്താ? എടുത്ത് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞങ്ങ് പോകും. എന്താ? ഭയങ്കര ബ്രിട്ടിൽ ആയതുകൊണ്ടാണ് അത് പൊടിഞ്ഞങ്ങ് പോകുന്നത്. അല്ലെങ്കിൽ എന്താ? പെർമനന്റ് ആയിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ എന്താ? ചെറിയ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോകുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത് പറയാ? ബ്രിട്ടിൽനെസ് പറയുന്നത്. ബ്രിട്ടിൽനെസ് എന്നുള്ളത് നമ്മൾ എന്താണ് മെക്കാനിക്കൽ ആയിട്ട് നോക്കുമ്പോൾ എന്താണ്? ഒരു മെറ്റീരിയലിന് ആവശ്യമില്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? ബ്രിട്ടിൽനെസ്. അതെന്താ? ആ മെറ്റീരിയൽ ഉപയോഗിക്കാനുള്ള നമുക്ക് എന്താ ഈസിനെസ്, അതിന് ഉപയോഗിക്കാനുള്ള സുഖത്തെ നമുക്ക് എന്ത് കുറഞ്ഞു പോകും. എന്ത്? ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോവാണ്. പിന്നെ ആ മെറ്റീരിയൽ കൊണ്ട് എന്ത് യൂസ് ഉള്ളത്? അപ്പൊ ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത് കഴിയുന്നത്ര ഒഴിവാക്കിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ബ്രിട്ടിൽനെസ് ഇല്ലാത്ത മെറ്റീരിയൽസ് ആണ്
പൊതുവെ നമ്മൾ യൂസ് ചെയ്യാറ്. പത്താമത്തെ ഒരു പ്രോപ്പർട്ടി എന്താണ്? ഫാറ്റിഗ്യൂ ആണ്. ഫാറ്റിഗ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ വീക്ക്നെസ് ഓഫ് എ മെറ്റീരിയൽ കോസ്ഡ് ബൈ സൈക്ലിക് ലോഡിംഗ് ദാറ്റ് റിസൾട്ട് ഇൻ പ്രോഗ്രസീവ് ആൻഡ് ലോക്കലൈസ്ഡ് സ്ട്രക്ചറൽ ഡാമേജ് ആൻഡ് ഗ്രോത്ത് ഓഫ് ക്രാക്ക്. എന്താണ് ഒരു സൈക്ലിക് ലോഡ്? സൈക്ലിക് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടറി ആയിട്ടുള്ള റൊട്ടേഷൻ മൂവ്മെന്റ് നടക്കുന്ന സാധനങ്ങളിലൊക്കെ എന്താ സൈക്ലിക് ലോഡുകൾ വരാം. എന്ത് പെർമനന്റ് ആയിട്ടൊരു ഫോഴ്സ് ആയിരിക്കില്ല, അങ്ങനെ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കും. സൈക്ലിക് ലോഡുകൾ ആക്ട് ചെയ്യുന്ന നമ്മളെ എഞ്ചിനുകളൊക്കെ ഇല്ലേ, വണ്ടിയുടെ എഞ്ചിൻ, എന്താ സൈക്ലിക് ആയിട്ടാണ് ലോഡ് വരിക. എപ്പോഴും എന്താ ലോഡ് ഉണ്ടായിരിക്കില്ല. എഞ്ചിന്റെ ഉള്ളിലെ ഷാഫ്റ്റിന് എന്താണ് ഇടയ്ക്ക് മാത്രമേ ലോഡ് വരില്ല. ആ പവർ ഡെലിവർ ചെയ്യുന്ന സമയത്താണ് ലോഡ് വരിക, എല്ലാ സമയത്തും എന്താ ഈസി ആയിട്ട് മൂവ് ചെയ്യുക ചെയ്യുക. അങ്ങനെ സൈക്ലിക് ലോഡുകൾ വരുന്ന മെറ്റീരിയൽസിൽ അതിന്റെ ആ മെറ്റീരിയലിന് അങ്ങനെ സൈക്ലിക് ലോഡുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന വീക്ക്നെസ്സിനെയാണ് എന്ത് പറയുക? ഫാറ്റിഗ്യൂ എന്ന് പറയാം. ഇത് എന്തിനു സംഭവിക്കും? പ്രോഗ്രസീവ് ആയിട്ട് ആദ്യം ഒരു ചെറിയൊരു ക്രാക്ക് പോലെ ഉണ്ടായിട്ട് പിന്നെ അത് അങ്ങനെ എക്സ്പാൻഡ് ആയി നീണ്ടു പോയി വലിയൊരു എന്താ പറയുക സ്ട്രക്ചറൽ ഡാമേജ് തന്നെ സംഭവിക്കും. ഒരു ലോക്കലൈസ്ഡ് ഏരിയയിൽ, അതായത് ചെറിയൊരു ഭാഗത്ത് ആ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടികളെല്ലാം നശിച്ച് സ്ട്രക്ചറൽ ഡാമേജ് തന്നെ സംഭവിക്കും ഈ ഫാറ്റിഗ്യൂ മൂലം. അപ്പൊ എന്താണ്? ഫാറ്റിഗ്യൂ കുറഞ്ഞ മെറ്റീരിയൽസ് വേണം. എന്തിന്? റോട്ടറി ആയിട്ടുള്ള എലമെന്റ്സിലും കാര്യങ്ങളിലൊക്കെ ഫാറ്റിഗ്യൂ കുറഞ്ഞ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുക. 11ാമത്തെ ക്രീപ്പാണ്. ക്രീപ്പ് എന്നുള്ള പേരിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ക്രീപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്രാക്ക് ഉണ്ടായിട്ട് അത് എക്സ്പാൻഡ് ആയി പോകുന്നതാണ് ക്രീപ്പ്. ഏറെക്കുറെ ഫാറ്റിഗും ക്രീപ്പ് ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ ക്രീപ്പ് എന്ന് പറയുന്നത് റോട്ടറി മോഷനിൽ ഉണ്ടാവുന്ന സംഭവങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല. അതെന്താ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസുകളിലും കാര്യങ്ങളും അല്ലെങ്കിൽ ഈവൺ ആയിട്ടുള്ള ലോഡ് വരുന്ന സബ്സ്റ്റൻസുകളിലൊക്കെ എന്ത് സംഭവിക്കുക? ക്രീക്ക് സംഭവിക്കുക. ക്രീക്ക് സംഭവം വിള്ളൽ എന്നുള്ളതിനാണ് ക്രീക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്താ? പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ് സംഭവിക്കുക ക്രീക്ക് സംഭവിക്കുമ്പോൾ. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എലാസ്റ്റിക് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ച സമയത്ത് പറഞ്ഞത്. എലാസ്റ്റിക് പ്രോപ്പർട്ടി എന്താ? ഒരു അൺഈവൺ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞ് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യത്തെ രൂപത്തിലേക്ക് തിരിച്ചു വരും. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിച്ച എന്താ പറ്റുക? അത് എന്താണോ ഇപ്പൊ നിൽക്കുന്നത് ആ നിലവിൽ നിൽക്കുന്ന ആ രൂപത്തിൽ തന്നെ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞ് പൊട്ടുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചില്ലെങ്കിൽ എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ തിരിച്ച് പഴയ രൂപത്തിലേക്ക് വരില്ല. അങ്ങനത്തെ കേസിനെയാണ് എന്ത് പറയാ? പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയാം. ക്രീപ്പ് സംഭവിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ് സംഭവിക്കുക. എന്താ? ഒരു കോൺസ്റ്റന്റ് സ്ട്രെസ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലോഡ് വരുമ്പോഴാണ് ക്രീപ്പ് സംഭവിക്കുക. 12ാമത്തെ എന്താണ്? വിയർ റെസിസ്റ്റൻസ് ആണ്. വിയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് വിയർ. വിയർ എന്ന് പറഞ്ഞാൽ എന്താ? തേയ്മാനം എന്നില്ലെങ്കിൽ വിയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ തേയ്മാനം സംഭവിക്കേണ്ട ആ മെറ്റീരിയൽ എത്ര കണ്ട് പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വിയർ റെസിസ്റ്റൻസ്. വിയർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ത് യൂസ് ചെയ്യുക? നമ്മൾ ഈ മൂവ് ചെയ്യുന്ന സബ്സ്റ്റൻസിലൊക്കെ, അതായത് ഒരു ഷാഫ്റ്റിനകത്ത് മൂവി ഒക്കെ ആണെങ്കിൽ എന്താണ്? വിയർ റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയലാണ് അത് യൂസ് ചെയ്യുക. എന്താണ്? തേയ്മാനം സംഭവിക്കുന്നത് കുറഞ്ഞിരിക്കണം, അതിനാണ് വിയർ റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. 13ാമത്തെ എന്താണ്? റിസൈലൻസ്. പേര് കേൾക്കുമ്പോൾ എന്തോ കേൾക്കാത്ത ഒരു സാധനം റിസൈലൻസ്. അതെന്താ? ദ കപ്പാസിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു സ്റ്റോർ എനർജി വിത്തൗട്ട് പെർമനന്റ് ഡിഫോർമേഷൻ. പെർമനന്റ് ഡിഫോർമേഷൻ സംഭവിക്കാണ്ട് എനർജിയെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് എന്ത് പറയാ? റിസൈലൻസ് എന്ന് പറയാം. റിസൈലൻസിന് നമുക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണം സ്പ്രിങ്. സ്പ്രിങ് എന്താ? സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററിയിൽ എനർജി സ്റ്റോർ ചെയ്യുന്ന പോലെ സ്റ്റോർ ചെയ്യാന്നുള്ളതല്ല. സ്പ്രിങ് എന്താ? നമ്മൾ ആ കൊടുത്ത ഫോഴ്സിന് എന്ത് ചെയ്യില്ല, അത് അവിടെ ആ സ്പ്രിങ് അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കും. അതെന്താ? താഴത്തേക്കും കാര്യങ്ങളിലൊക്കെ ഒന്നും വിടില്ല. ബൈക്കിനൊക്കെ ഫ്രണ്ടിലെ സസ്പെൻഷൻ കണ്ടില്ലേ? എന്താണ്? വീലിലേക്ക് നമുക്ക് വീലിലേക്കല്ല, നമ്മുടെ ഹാൻഡിലേക്ക് എന്ത് ചെയ്യില്ല, വീലിൽ സംഭവിക്കുന്ന എന്താ ലോഡും കാര്യങ്ങളും അല്ലെങ്കിൽ എന്താ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഉണ്ടാവുന്ന ആ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും എവിടേക്ക് എത്താൻ സമ്മതിക്കില്ല? ഹാൻഡിലേക്ക് എത്താൻ സമ്മതിക്കില്ല. ആ വരുന്ന ഫോഴ്സുകളൊക്കെ എവിടെ സ്റ്റോർ ചെയ്യാണ്? ആ സസ്പെൻഷൻ സിസ്റ്റത്തിനകത്ത് സ്റ്റോർ ചെയ്യാണ്. അങ്ങനെ ലോഡിന് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന സാധനങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ന് പറയാം. ആ ഒരു കപ്പാസിറ്റിയാണ് ഒരു മെറ്റീരിയൽ എന്ന് പറയാം റിസൈലൻസ് പറയാം. റിസൈലൻസ് കൂടിയ സാധനങ്ങൾ അപ്പൊ എന്തിലായിരിക്കും ഉപയോഗിക്കുക? ഇതുപോലത്തെ സസ്പെൻഷൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ മെയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റീരിയൽസിലാണ് എന്ത് ചെയ്യുക? റിസൈലൻസ് കൂടിയ മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. അങ്ങനെ 13 മെക്കാനിക്കൽ പ്രോപ്പർട്ടികളും 5 ഫിസിക്കൽ പ്രോപ്പർട്ടീസും നമ്മൾ നോക്കി കഴിഞ്ഞു. ഏതൊക്കെയാണ് 5 ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? സ്പെസിഫിക് ഗ്രാവിറ്റി, സ്പെസിഫിക് ഹീറ്റ്, പിന്നെ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്തൊക്കെ ഉണ്ടായിരുന്നു? 2 തരത്തിലുണ്ടായിരുന്നു. തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് നോക്കി? മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും ഫ്യൂസിബിലിറ്റിയും നോക്കി. ഇപ്പൊ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയിലെ എന്തൊക്കെ പഠിച്ചു? സ്ട്രെങ്ത് പഠിച്ചു, ഹാർഡ്നെസ് പഠിച്ചു, പിന്നെ എലാസ്റ്റിസിറ്റി പഠിച്ചു, പ്ലാസ്റ്റിസിറ്റി പഠിച്ചു, സ്റ്റിഫ്നെസ് പഠിച്ചു, ഡക്റ്റിലിറ്റി പഠിച്ചു, അതുപോലെ ക്രീപ്പ്, ഫാറ്റിഗ്യൂ, ബ്രിട്ടിൽനെസ്, മാലിബിലിറ്റി, വിയർ റെസിസ്റ്റൻസ്, റിസൈലൻസ് തുടങ്ങിയ 13ഓളം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് നോക്കി. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്? അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് എന്ത് പറയാ? അങ്ങനത്തെ പ്രോപ്പർട്ടീസിനാണ് എന്ത് പറയാ? മെക്കാനിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ കഴിയുന്ന എന്ത് പ്രോപ്പർട്ടി നമ്മൾ എന്ത് പറയാ? ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയാം. അതിൽ സ്പെസിഫിക് ഗ്രാവിറ്റിയും സ്പെസിഫിക് ഹീറ്റും മറ്റൊന്നുമായി റിലേറ്റ് ചെയ്തിട്ടാണ് പറയാ. നമ്മളതിന്റെ വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്
അത് രണ്ടും പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്തിന്റെ, മെറ്റൽസിന്റെ. ഇനി അടുത്തത് വരുന്നത് മെറ്റലിന് തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫെറസ് ആൻഡ് നോൺ ഫെറസ്. മെറ്റലിന്റെ സബ് ഡിവിഷൻ ആണ് ഫെറസും നോൺ ഫെറസും. ഫെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പിന്റെ അംശം ഉള്ള മെറ്റീരിയൽസിനാണ് എന്ത് പറയാ, ഫെറസ് മെറ്റൽ എന്ന് പറയാം. ഫെറസ് എന്ന് പറഞ്ഞാൽ ഫെറം എന്ന ഇറ്റാലിയൻ വേർഡിൽ നിന്നാണ് ഫെറസ് എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. ഇരുമ്പിനെയാണ് ഫെറം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇറ്റാലിയൻ വേർഡാണ്, അതാണ് ഫെറസ് എന്നുള്ള പേര് വന്നത്. ഫെറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റൽ വിച്ച് കണ്ടെയ്ൻ അയൺ ആർ കാൾഡ് ഫെറസ് മെറ്റൽസ്. ഏതൊക്കെയാണ് ഉദാഹരണം? സ്റ്റീലും കാസ്റ്റ് അയണുമാണ്. ഈ ഫെറസ് മെറ്റീരിയലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഫെറസ് മെറ്റീരിയൽസ് ഒക്കെ എന്തായിരിക്കും? അലോയിസ് ആയിരിക്കും. അലോയിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അലോയ് എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന സാധനമാണ് എന്ത്? ബ്രാസ്. ബ്രാസിൽ എന്തൊക്കെയുള്ളത്? കോപ്പറും ഉണ്ട്, സിങ്കും ഉണ്ട്. അതുപോലെ ഒന്നിലധികം എലമെന്റ്സിനെ കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കുന്ന മെറ്റൽസിനെയാണ് എന്ന് പറയാ, അലോയിസ് എന്ന് പറയാം. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയേണും കൂടാണ്ട് കാർബണും കൂടിയുള്ള സാധനമാണ് സ്റ്റീൽ. അതിന് കൂടെ തന്നെ ചിലപ്പോൾ മെഗ്നീഷ്യം, ക്രോമിയം പോലത്തെ എലമെന്റ്സ് ഒക്കെ കൂട്ടുകൊണ്ട് ചെയ്യും. ഈ മെഗ്നീഷ്യം, ക്രോമിയം ഒക്കെയാണ് ഷൈനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സാധനങ്ങൾ. എന്താണ്? സ്റ്റീലിലെ മെഗ്നീഷ്യം, ക്രോമിയം ഒക്കെ. അതെന്താ? കുറഞ്ഞ എമൗണ്ടിൽ ഉണ്ടാവും. കാർബൺ ഏകദേശം ഒരു 0.5 മുതൽ 2.5% വരെയൊക്കെ കാർബൺ ആണ് സ്റ്റീലിൽ ഉണ്ടായിരിക്കുക. പിന്നെ അടുത്ത് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ ഇതുപോലെ തന്നെയാണ്. എന്തൊക്കെ ഉണ്ടായിരിക്കും? കാർബൺ ഉണ്ടാവും, അയൺ ഉണ്ടാവും. കാർബൺ ഒരു ബേസിക് കണ്ടന്റ് ആണ്. കാർബൺ അതിന്റെ എന്താ പറയുക, പ്യൂരിറ്റിയെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും കാർബൺ എന്നുള്ള സംഭവം കണ്ടന്റ് ആഡ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാണ്ട് ഫോസ്ഫറസോ സൾഫറോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് എലമെന്റ്സും കൂടി ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, കാസ്റ്റ് അയൺ ഉണ്ടാക്കുക. കാസ്റ്റ് അയണിൽ കാർബണിന്റെ കണ്ടന്റ് കുറച്ച് കൂടുതലായിരിക്കും. ഏകദേശം 4.55% ഒക്കെ ആ മെറ്റൽസിന്റെ 4.5% വരെ എന്തുണ്ടായിരിക്കും? കാസ്റ്റ് അയണിൽ കാർബൺ ഉണ്ടായിരിക്കും. പെർസെന്റേജിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എന്താ, പെർസെന്റേജ് എന്താന്നുള്ള കാര്യമൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതും കൂടി അതിന്റെ കൂട്ടത്തിലൊന്ന് ഓർക്കണം എല്ലാവരും. പിന്നെന്താണ്? നോൺ ഫെറസ് മെറ്റീരിയൽസ്. നോൺ ഫെറസ് എന്താ? ഫെറസിന്റെ നേരെ ഓപ്പോസിറ്റ്. നോൺ ഫെറസിൽ എന്തുണ്ടായിരിക്കില്ല? ഇരുമ്പിന്റെ കണ്ടന്റ് ഉണ്ടായിരിക്കില്ല. അയൺ കണ്ടന്റ് ഇല്ലാത്ത മെറ്റൽസിനെയാണ് എന്ത് പറയാ, നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയാ. നോൺ ഫെറസിൽ എന്തായിരിക്കും? അത് സാധാരണഗതിയിൽ എന്തായിരിക്കും? ഒരൊറ്റ എലമെന്റ് ആയിരിക്കും. അതിൽ കൂടുതൽ അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബേസ് എലമെന്റ് ആയിരിക്കും. അതിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എ ബേസ് മെറ്റൽ വിച്ച് ഹാസ് നോ അയൺ കണ്ടന്റ് ഈസ് കാൾഡ് നോൺ ഫെറസ് മെറ്റൽസ്. എന്താണ്? അയൺ കണ്ടന്റ് ഇല്ലാത്ത മെറ്റൽസിനെയാണ്, ബേസ് മെറ്റൽസിനെയാണ് എന്ത് പറയാ, നോൺ ഫെറസ് എന്ന് പറയാ. അത് ഏതൊക്കെയാ? അലുമിനിയം, കോപ്പർ പോലത്തെ എലമെന്റ്സ് ഒക്കെ എന്താണ്? നോൺ ഫെറസ് ആണ്. അതിലെന്താ? ഇരുമ്പിന്റെ അംശം ഇല്ല. ഇനി ഇതിന് രണ്ടുപേരുടെയും ഡിഫറൻസിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്താണ് ഫെറസ് മെറ്റീരിയൽസും നോൺ ഫെറസ് മെറ്റീരിയൽസും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കാര്യം. ഫെറസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഫെറസ് മെറ്റൽസ് ആർ മെറ്റൽസ് വിത്ത് കണ്ടെയ്ൻ അയൺ. അയൺ ഉള്ള സാധനങ്ങളാണ് എന്ത് പറയാ, ഫെറസ് മെറ്റൽസ് എന്ന് പറയാ. നമ്മൾ ആദ്യം പറഞ്ഞു ഇരുമ്പിന്റെ അംശമുള്ളവരെയാണ് ഫെറസ് മെറ്റൽസ് എന്ന് പറയാം. ഫെറസ് മെറ്റീരിയൽ എന്താണ്? ഇരുമ്പിന്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതെന്താ? ഇറ്റ് റെസിസ്റ്റ് കൊറോഷൻ ഈസ് ലിറ്റിൽ. തുരുമ്പ് പിടിക്കുന്നത് തടയുന്ന ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിന് കുറവായിരിക്കും? ഫെറസ് മെറ്റൽസിന് കുറവായിരിക്കും. പിന്നെന്താ? ഇരുമ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ പഠിച്ചു, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. എന്ത്? ഇരുമ്പിന്റെ അംശമുള്ളവയൊക്കെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. അതുകൊണ്ട് എന്താ? ഫെറസ് മെറ്റൽസ് ഒക്കെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന എലമെന്റ്സ് ആണ്. പിന്നെ നാലാമതായിട്ട് ഇറ്റ് സ്ട്രെങ്ത് ഈസ് ജനറലി മോർ. എന്താണ്? ഇരുമ്പുള്ളതുകൊണ്ട് തന്നെ എന്താ? കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. കൂടുതൽ ലോഡ് കെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ടായിരിക്കും? ഇതിന് ഉണ്ടായിരിക്കും. ഏതിന്? ഫെറസ് മെറ്റൽസിന് ഉണ്ടായിരിക്കും. ഫെറസ് മെറ്റൽസിന് എക്സാമ്പിൾസ് നമ്മൾ നോക്കിയിരുന്നു. എന്തൊക്കെയാണ്? കാർബൺ, സ്റ്റീല്, കാസ്റ്റ് അയൺ, റോട്ട് അയൺ, അയണിന്റെ എല്ലാ സാധനങ്ങളും, സ്റ്റീല്, പിന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് അലോയ്സ്, സ്പെഷ്യൽ സ്റ്റീലുകളും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടും. ഇതിലൊക്കെ എന്താ? ഇരുമ്പിന്റെ അംശം. സ്റ്റീലിന് എന്താണ്? അയണിന്റെ കണ്ടന്റ് എപ്പോഴും സ്റ്റീലിൽ ഉണ്ടായിരിക്കും. അതൊക്കെ എന്താണ്? ഫെറസ് മെറ്റൽസ് ആണ്. പിന്നെ അടുത്തത് നോൺ ഫെറസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇത് അവർ രണ്ടുപേരും വ്യത്യാസങ്ങളുകൊണ്ട് ഇത് ഒരു ടേബിൾ ആക്കി വരച്ച് എഴുതി വെക്കണം എല്ലാവരും. ഫെറസിന്റെയും നോൺ ഫെറസിന്റെയും ഡിഫറൻസ് ബിറ്റ്വീൻ ഫെറസ് ആൻഡ് നോൺ ഫെറസ് ഹെഡിങ് കൊടുത്തിട്ട് രണ്ട് ടേബിൾ ആയിട്ട് അവിടെ ഇവിടെ ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എഴുതി വെക്കുക. അപ്പോൾ അതേപോലെ ഫെറസ് മെറ്റൽസ് എന്ത് പറഞ്ഞു? ഫെറസ് മെറ്റൽസ് ആർ മെറ്റൽസ് വിച്ച് കണ്ടെയ്ൻ അയൺ. നോൺ ഫെറസ് ആണെങ്കിൽ എന്താ? ദേ ആർ മെറ്റൽസ് വിച്ച് ഡു നോട്ട് ഹാവ് എനി അയൺ കണ്ടന്റ്. അയണിന്റെ കണ്ടന്റ് ഉണ്ടായിരിക്കില്ല. ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവരെ എന്ത് പറയാ? നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയാം. പിന്നെന്താണ്? ഇതിന് കൊറോഷനെ റെസിസ്റ്റ് ചെയ്യാൻ, കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തുരുമ്പിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഏതിന്? ഫെറസ് മെറ്റൽ. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളെ ഇലക്ട്രിക് ലൈൻ കമ്പികളൊന്നും പെട്ടെന്ന് തുരുമ്പിടിക്കുന്നൊന്നുമില്ലല്ലോ. അതെന്താ? അതിൽ ഇരുമ്പിന്റെ കണ്ടന്റ് കുറവായ, ഇരുമ്പിന്റെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് അത് തുരുമ്പിടിക്കാണ്ടിരിക്കുന്നത്. പിന്നെന്താണ്? ഇരുമ്പില്ലാത്തതുകൊണ്ട് തന്നെ എന്താ? മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കില്ല. മറ്റെന്തായിരുന്നു? ഫെറസ് മെറ്റൽസ് ഒക്കെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിച്ചിരുന്നു. ഇവരെന്താണ്? മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നില്ല. പിന്നെ നാലാമതായിട്ട് എന്താണ്? അഞ്ചാമതായിട്ട് ഇറ്റ് സ്ട്രെങ്ത് ഈസ് ജനറലി ലെസ് കമ്പയർഡ് ടു ഫെറസ് മെറ്റൽ. എന്താണ്? ഫെറസ് മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്?
ഇവയ്ക്ക് സ്ട്രെങ്ത് കുറവായിരിക്കും. കാരണം എന്താ? ഇരുമ്പിന്റെ അംശമില്ല. ഇരുമ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്താ ഫസ്റ്റ് സ്ട്രെങ്ത് എന്നുള്ള കാര്യമാണ് വരിക. സ്ട്രെങ്ത് എന്തിന് കുറവായിരിക്കും? നോൺ ഫെറസ് മെറ്റൽസിന് കുറവായിരിക്കും. ഇതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. എന്തൊക്കെയാണ്? ഫെറസ് മെറ്റൽസ് എന്താണ്? അയൺ കണ്ടന്റ് ഉണ്ടായിരിക്കും, മറ്റതിൽ നോൺ ഫെറസിൽ അയൺ കണ്ടന്റ് ഉണ്ടാവില്ല. മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും ഫെറസ് മെറ്റൽസ്, നോൺ ഫെറസ് മെറ്റൽസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ കാണിക്കില്ല. ഫെറസ് മെറ്റൽസ് കൊറോഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും. നോൺ ഫെറസ് മെറ്റൽസ് കൊറോഷനെ നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്യും. പിന്നെന്താണ്? ഫെറസ് മെറ്റൽസിന് ഭയങ്കര സ്ട്രെങ്ത് ഉണ്ടായിരിക്കും, നോൺ ഫെറസ് മെറ്റൽസിന് സ്ട്രെങ്ത് കുറവായിരിക്കും. ഫെറസിന് നമ്മൾ എന്തൊക്കെ എക്സാമ്പിൾ പറഞ്ഞു? ആദ്യം നമ്മൾ പറഞ്ഞ ഏതൊക്കെയായിരുന്നു? സ്റ്റീല്, കാസ്റ്റ് അയൺ. പിന്നെ കുറച്ചെണ്ണം കൂടി ആഡ് ചെയ്യുക, റോട്ട് അയൺ, അതുപോലെ തന്നെ ഡിഫറെന്റ് വെറൈറ്റി അലോയിസ് കാര്യങ്ങൾ, കാർബൺ സ്റ്റീല് കാര്യങ്ങളൊക്കെ എന്തിൽ വരും? ഫെറസിൽ വരും. നോൺ ഫെറസിലോ നമ്മൾ ആദ്യം പഠിച്ച പോലെ ബ്രാസ്, ബ്രോൺസ്. ആ ബ്രാസും ബ്രോൺസും അലോയിസ് ആണ്. അത് നോൺ ഫെറസിൽ വരുന്ന റയർ കേസിൽ വരുന്ന അലോയിസ് ആണ് ബ്രാസും ബ്രോൺസും ഒക്കെ. അലുമിനിയം, ലെഡ്, സിങ്ക്, ടിന്ന് അതൊക്കെ എന്താണ്? നോൺ ഫെറസ് ആണ്. ഗോൾഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഗോൾഡ് കാര്യങ്ങളിലൊക്കെ എന്താ? ഒക്കെ നോൺ ഫെറസ് ആണ്. അതിലൊന്നും എന്തില്ല? ഇരുമ്പിന്റെ കണ്ടന്റ് ഇല്ല. നോൺ മെറ്റൽസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മിക്കതും എന്തായിരിക്കും? നോൺ ഫെറസ് ആണ്. ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവയാണ് നോൺ മെറ്റൽസ് അല്ല. മെറ്റൽസിൽ അയണിന്റെ അലോയി വന്നു കഴിഞ്ഞാൽ എല്ലാം ഫെറസ് ആയി മാറും. പിന്നെന്താണ്? ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യണം. നാളത്തെ കുറച്ച് പേരൊക്കെ അയച്ചു തന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ക്ലാസ് 1-2 വട്ടം കേട്ടിട്ട് അതിന്റെ ഉത്തരങ്ങളെല്ലാം അയച്ചു തരണം. മുന്നത്തെ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് 2ാമത്തെ ക്ലാസ് ആണ്. ഇതിലെ ക്വസ്റ്റ്യൻസും എല്ലാവരും അയക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? റിസൈലൻസ് എന്താണ്? നമ്മൾ ഇന്ന് നോക്കിയാണ് റിസൈലൻസ് എന്താന്നുള്ളത്. അതിന്റെ ഉത്തരം എഴുതണം. പിന്നെ അടുത്ത എന്താ? ഡക്റ്റിലിറ്റി എന്താ നമ്മൾ പഠിച്ചു, അതിന്റെ ഉത്തരം എഴുതി അയക്കണം. എന്താണ്? 2 ഫെറസ് മെറ്റൽസിന്റെ എക്സാമ്പിൾസ് എഴുതി അയക്കണം. പിന്നെ ഏതാ? നോൺ ഫെറസിന് അതുപോലെ തന്നെ 2 മെറ്റൽസിന്റെ പേര് എഴുതി അയക്കണം. പിന്നെ ഫെറസും നോൺ ഫെറസിന്റെ ഡിഫറൻസ് നമ്മൾ 5ഓളം ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. അതിൽ ഏതെങ്കിലും ഒരു 2 ഡിഫറൻസ് എഴുതി അയക്കണം. പിന്നെ അടുത്ത എന്താ? വാട്ട് ഈസ് ഫെറസ് മെറ്റൽ? എന്താണ് ഫെറസ് മെറ്റൽ എന്നുള്ള കാര്യം കൂടി അയക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവരും കേൾക്കുക, 1-2 വട്ടം കേൾക്കുക. പഴയ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വായിച്ച് നോക്കുക, ഒന്നുകൂടി കേട്ട് നോക്കുക. അതിന് ക്വസ്റ്റ്യൻ എല്ലാവരും ആൻസർ ചെയ്ത് അയക്കുക. താങ്ക് യു.